കേരള ജോഗ്രഫിയിലെ വ്യോമഗതാഗതം എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലേക്ക് നടത്തിയ ആദ്യ വിമാന സർവീസാണ് ടാറ്റ സൺസ് കമ്പനിയുടെ എയർമെയിൽ സർവീസ്. 1935 ടാറ്റ സൺസ് കമ്പനിയുടെ എയർമെയിൽ സർവീസ് നടത്തുന്നത്. ടാറ്റ സൺസ് കമ്പനിയുടെ എയർമെയിൽ സർവീസാണ് കേരളത്തിലേക്ക് നടത്തിയ ആദ്യ വിമാന സർവീസ് എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസാണ് തിരുവനന്തപുരം ടു മുംബൈ വരെ നടത്തിയ വിമാന സർവീസ്. തിരുവനന്തപുരം ടു മുംബൈ വരെ ആയിരുന്നു കേരളത്തിൽ നിന്നുള്ള ആദ്യ വിമാന സർവീസ്. തിരുവനന്തപുരത്തേക്ക് ആദ്യമായി വിമാന സർവീസ് ആരംഭിച്ച കമ്പനിയാണ് ടാറ്റ എയർലൈൻസ്. ടാറ്റ എയർലൈൻസ് എന്ന കമ്പനിയാണ് തിരുവനന്തപുരത്തേക്ക് ആദ്യമായി വിമാന സർവീസ് ആരംഭിച്ച കമ്പനി. ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം. തിരുവനന്തപുരം വിമാനത്താവളമാണ് ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗരത്തിന് പുറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വിമാനത്താവളം. കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്. തിരുവനന്തപുരം, കണ്ണൂർ, നെടുമ്പാശ്ശേരി, കരിപ്പൂർ. തിരുവനന്തപുരം, കണ്ണൂർ, നെടുമ്പാശ്ശേരി, കരിപ്പൂർ എന്നീ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് കേരളത്തിൽ നിലവിൽ ഉള്ളത്. ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം. തിരുവനന്തപുരം വിമാനത്താവളമാണ് ഇന്ത്യയിലെ 5ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. തിരുവനന്തപുരം വിമാനത്താവളത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യ പേരാണ് വി.കെ. കൃഷ്ണമേനോൻ വിമാനത്താവളം. വി.കെ. കൃഷ്ണമേനോൻ വിമാനത്താവളം എന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യ പേര്. പാരിസ്ഥിതിക ഗുണമേന്മയ്ക്കുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ദക്ഷിണേന്ത്യയിലെ 2ാമത്തെ വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം. തിരുവനന്തപുരം വിമാനത്താവളമാണ് പാരിസ്ഥിതിക ഗുണമേന്മയ്ക്കുള്ള ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ദക്ഷിണേന്ത്യയിലെ 2ാമത്തെ വിമാനത്താവളം. മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം അറിയപ്പെടുന്നത് കോഴിക്കോട് വിമാനത്താവളം എന്നാണ്. കോഴിക്കോട് വിമാനത്താവളം എന്ന് അറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് 1988 1988 കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് പൊതു സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ഔദ്യോഗിക പേരാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് (സിയാൽ) എന്ന് പറയുന്നത്. സിയാൽ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ ഔദ്യോഗിക പേര്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളവും സിയാലാണ്. സിയാൽ തന്നെയാണ് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളവും. 12 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളം സിയാലാണ്. സിയാലാണ് 12 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്റ്റ് നിലവിൽ വന്ന കേരളത്തിലെ വിമാനത്താവളം. സമ്പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം സിയാലാണ്. സിയാൽ തന്നെയാണ് സമ്പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം. UNEPന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം സിയാലാണ്. സിയാൽ തന്നെയാണ് UNEPന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം. സിയാലിൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ കേരള മുഖ്യമന്ത്രിയാണ്. കേരള മുഖ്യമന്ത്രിയാണ് സിയാലിൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ. എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത കേരളത്തിലെ ഏക വിമാനത്താവളം കൊച്ചി വിമാനത്താവളമാണ്. കൊച്ചി വിമാനത്താവളമാണ് എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലല്ലാത്ത കേരളത്തിലെ ഏക വിമാനത്താവളം. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലാണ് കൊച്ചി വിമാനത്താവളം. കൊച്ചി വിമാനത്താവളം ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലാണ്. കേരളത്തിലെ 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കേരളത്തിലെ 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് V.S. അച്യുതാനന്ദനാണ്.
2010 ഡിസംബറിൽ VS അച്യുതാനന്ദനാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ ചുമതല നിർവഹിച്ച കമ്പനിയാണ് കിൻഫ്ര എന്ന് പറയുന്ന കമ്പനിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിച്ച കമ്പനി. കേന്ദ്ര സർക്കാരിൻ്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിമാനത്താവളമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ വിമാനത്താവളം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം നടന്നത് 2018 ഡിസംബർ 9-നാണ്. 2018 ഡിസംബർ 9-നാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം നടന്നത്. കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേന്ദ്ര വ്യോമയാന മന്ത്രി സുരേഷ് പ്രഭുവും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ആദ്യ ചെയർമാൻ പിണറായി വിജയനാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ആദ്യ ചെയർമാൻ. തിരുവനന്തപുരം വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിക്കുന്നത് 1991-ലാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിക്കുന്നത് 1999-ലാണ്. കരിപ്പൂർ വിമാനത്താവളത്തിന് 2006-ലും കണ്ണൂർ വിമാനത്താവളത്തിന് 2018-ലുമാണ് അന്താരാഷ്ട്ര പദവി ലഭിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന് 2018, കരിപ്പൂർ വിമാനത്താവളത്തിന് 2006, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് 1999, തിരുവനന്തപുരം വിമാനത്താവളത്തിന് 1991 എന്നീ വർഷങ്ങളിലാണ് അന്താരാഷ്ട്ര പദവി ലഭിക്കുന്നത്. കേരളത്തിലെ പാസ്പോർട്ട് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലാണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ പാസ്പോർട്ട് ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 5ാമത്തെ വിമാനത്താവളമായി നിർദ്ദേശിച്ചത് ശബരിമല വിമാനത്താവളമാണ്. ശബരിമല വിമാനത്താവളമാണ് കേരളത്തിലെ 5ാമത്തെ വിമാനത്താവളമായി നിർദ്ദേശിച്ചത്. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളം നിർമ്മിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ചെറുവള്ളി എസ്റ്റേറ്റാണ്. ചെറുവള്ളി എസ്റ്റേറ്റിലാണ് ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 50 വർഷത്തേക്ക് അദാനി ഗ്രൂപ്പ് നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വിമാനത്താവളങ്ങളിലൊന്നാണ് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട്. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് 50 വർഷത്തേക്ക് അദാനി ഗ്രൂപ്പ് നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വിമാനത്താവളം. കേന്ദ്ര സർക്കാർ നാഷണൽ മോണറ്റൈസേഷൻ പൈപ്പ് ലൈനിൻ്റെ ഭാഗമായി സ്വകാര്യവൽക്കരിക്കാനൊരുങ്ങുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം കരിപ്പൂർ വിമാനത്താവളമാണ് കേന്ദ്ര സർക്കാർ നാഷണൽ മോണറ്റൈസേഷൻ പൈപ്പ് ലൈനിൻ്റെ ഭാഗമായി സ്വകാര്യവൽക്കരിക്കാനൊരുങ്ങുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം. കേരള വ്യോമഗതാഗതമാണ് നമ്മൾ നോക്കിയത്. എക്സ്ട്രാ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്